ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പങ്ക്തിയുടെ ഈ പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ഏതാനും ചില എപ്പിസോഡുകളായി യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 18-19 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്ന കർത്താവിനെ മരണശിക്ഷയ്ക്ക്, അതും കുരിശുമരണത്തിനായി വിധിക്കുന്ന വചനഭാഗങ്ങളാണ് നമ്മൾ പഠനവിധേയമാക്കുന്നത്. അത് 7 രംഗങ്ങളായിട്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 18-19 അധ്യായങ്ങളിൽ നമ്മൾ കാണാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം. ആദ്യത്തെ 5 രംഗങ്ങളുടെ പഠനം നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ 6ാമത്തെ രംഗമാണ് പഠിക്കാൻ പോകുന്നത്. അത് 19-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 12 വരെയുള്ള വചനഭാഗങ്ങളിലാണ് നാം കാണുന്നത്. അതുകൊണ്ട് തന്നെയും 6ാം രംഗം കൊട്ടാരത്തിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശുദ്ധ യോഹന്നാൻ എപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നത് നമുക്ക് വചനത്തിൽ വായിച്ചു കേൾക്കാം ആദ്യം. അതിനുശേഷം ആ വചനഭാഗത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 8 മുതൽ 12 വരെ വാക്യങ്ങൾ. ബൈബിള് കരുതിയിട്ടുള്ള എല്ലാവരും കൈകളിൽ എടുക്കുക. എന്നോടൊപ്പം ഈ വചനഭാഗം വായിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഇത് കേട്ടപ്പോൾ പീലാത്തോസ് കൂടുതൽ ഭയപ്പെട്ടു. അവൻ വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനോട് ചോദിച്ചു, നീ എവിടെ നിന്നാണ്? യേശു മറുപടി ഒന്നും പറഞ്ഞില്ല. പീലാത്തോസ് ചോദിച്ചു, നീ എന്നോട് സംസാരിക്കുകയില്ലേ? നിന്നെ സ്വതന്ത്രനാക്കാനും ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ടെന്നറിഞ്ഞുകൂടെ? യേശു പ്രതിവചിച്ചു, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മേലൊരധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല. അതിനാൽ എന്നെ നിനക്ക് ഏൽപ്പിച്ചു തന്നവൻ്റെ പാപം കൂടുതൽ വലുതാണ്. അപ്പോൾ മുതൽ പീലാത്തോസ് അവന് വിട്ടയക്കാൻ ശ്രമം തുടങ്ങി. എന്നാൽ യഹൂദർ വിളിച്ചു പറഞ്ഞു, ഇവനെ മോചിപ്പിക്കുന്ന പക്ഷം നീ സീസറിൻ്റെ സ്നേഹിതനല്ല. തന്നെ രാജാവാക്കുന്ന ആരും സീസറിൻ്റെ വിരോധിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, പീലാത്തോസിൻ്റെ അരമനയ്ക്കകത്തും അരമനയ്ക്ക് പുറത്തുമായി 7 രംഗങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 18-19 അധ്യായങ്ങളിലെ കർത്താവിനെ മരണശിക്ഷയ്ക്ക് വിധിക്കുന്ന രംഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നാം ഇപ്പോൾ വായിച്ചു കേട്ട യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വചനഭാഗങ്ങൾ രാജകൊട്ടാരത്തിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയും ഈ ഭാഗം വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ദൈവശാസ്ത്രപരമായ ടൈറ്റിൽ എന്ന് പറയുന്നത് യേശു വിധിയാളനാണ് എന്നതാണ്. ഈശോയാണ് വിധിയാളനെന്ന് വിധിക്കപ്പെടാൻ വേണ്ടി തൻ്റെ ശിക്ഷാവിധിയും കാത്തുകിടക്കുന്ന കർത്താവ് എപ്രകാരമാണ് വെളിപ്പെടുത്തുന്നത് എന്നത് ഈ വചനഭാഗം ശ്രദ്ധാപൂർവം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ്. അതുകൊണ്ടാണ് 6ാം രംഗത്തിന് കൊട്ടാരത്തിനകത്ത് നടക്കുന്ന ഈ കാര്യങ്ങൾ 8 മുതൽ 12 വരെയുള്ള വചനങ്ങൾക്ക് ഈശോ വിധിയാളൻ എന്ന ഒരു ടൈറ്റിൽ, തലവാചകം കൊടുത്ത് ഈ രംഗത്തെ നമ്മൾ കാണാനായി ശ്രമിക്കുന്നത്. ഇവിടെ പീലാത്തോസിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഈശോ നൽകുന്ന പ്രതിവചനങ്ങളാണ് പീലാത്തോസിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഈശോ പറയാണ്, ഉന്നതത്തിൽ നിന്നും നൽകപ്പെട്ടില്ലായിരുന്നു എങ്കിൽ എൻ്റെ മേൽ ഒരു അധികാരവും നിനക്ക് നൽകപ്പെടുമായിരുന്നില്ല. 11-ാമത്തെ വാക്യമാണ്. തൻ്റെ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതിരുന്നപ്പോൾ തനിക്ക് ഈശോയുടെ മേലുള്ള വിധിയാളനായുള്ള അധികാരത്തെപ്പറ്റി പീലാത്തോസ് ഈശോയെ ഓർമ്മപ്പെടുത്തുമ്പോഴാണ്
ഈശോ ഇപ്രകാരം ഒരു മറുപടി കൊടുത്തുകൊണ്ട് പീലാത്തോസിനോട് പറയുന്നത്, ഉന്നതത്തിൽ നിന്നും നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരധികാരവും, അത് എൻ്റെ മേലുള്ള അധികാരമെന്ന് മാത്രമല്ല, നിനക്ക് ലഭിച്ചിരിക്കുന്ന രാജാവെന്നുള്ള ഈ അധികാരം പോലും നിനക്ക് നൽകപ്പെടുമായിരുന്നില്ല എന്ന് വിധിയാളനായ, അൾട്ടിമേറ്റ്ലി അന്തിമ വിധിയാളനായ കർത്താവ് തന്നെയും വെളിപ്പെടുത്തുന്ന വചനഭാഗമാണിത് എന്നുള്ളത് ഒരുപക്ഷെ പീലാത്തോസ് മനസ്സിലാക്കാത്ത ഒരു യാഥാർത്ഥ്യത്തെ തൻ്റെ ദൈവത്വം വഴിയായി കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നീ അല്ല, ഞാനാണ് യഥാർത്ഥ വിധിയാളൻ. പക്ഷെ ഇപ്പോൾ നിനക്ക് മുൻപിൽ വിധിക്കപ്പെടാനായി കാത്തു നിൽക്കുന്നവനാണ് എന്ന് പറയുന്നതിലൂടെ കർത്താവ് ബലിയർപ്പകനും ബലിവസ്തുവുമാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന യഥാർത്ഥ വിധിയാളനാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് പീലാത്തോസ് വീണ്ടും ചോദിക്കുന്നത്, നീ എന്നോട് സംസാരിക്കുകയില്ലേ? നീ എവിടെ നിന്ന് വരുന്നു എന്നുള്ള പീലാത്തോസിൻ്റെ ചോദ്യത്തിന് കർത്താവ് മറുപടി കൊടുക്കാതെ വന്നപ്പോഴാണ് പീലാത്തോസ് ചോദിക്കുന്നത്, നീ എന്താ എന്നോട് സംസാരിക്കാത്തത്? എന്നോട് മറുപടി പറയൂ എന്നാണ് പീലാത്തോസ് പറയുന്നത്. നീ എന്നോട് സംസാരിക്കുകയില്ലേ എന്ന് ചോദിച്ചിട്ട് പീലാത്തോസ് കൂട്ടിച്ചേർക്കാണ്, നിന്നെ സ്വതന്ത്രനാക്കാനും നിന്നെ ക്രൂശിക്കാൻ വിട്ടുകൊടുക്കാനും എനിക്ക് അധികാരമുണ്ട് എന്ന് നീ അറിയുന്നില്ലേ? 10ാമത്തെ വാക്യമാണ്. നീ നിരപരാധിയാണെന്ന് പറഞ്ഞ് നിന്നെ ശിക്ഷയൊന്നും നൽകാതെ വിടാനും സ്വതന്ത്രനാക്കാനും, എന്നാൽ നിനക്ക് കുറ്റമുണ്ട്, നിനക്ക് ശിക്ഷയുണ്ട് എന്ന് മനസ്സിലാക്കി നിന്നെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ, അതും ക്രൂശിതനാക്കാനുള്ള ഉത്തരവാദിത്വവും എനിക്കുണ്ട് എന്ന് നിനക്കറിഞ്ഞുകൂടെ എന്നതാണ് പീലാത്തോസിൻ്റെ ചോദ്യം. ഇതിന് മറുപടിയായിട്ട് ഈശോ പറയുന്ന വചനഭാഗമാണ് നമ്മൾ മേൽ ഉദ്ധരിച്ചത്. ഉന്നതത്തിൽ നിന്നും നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നിനക്കൊരധികാരവും ഉണ്ടാകുമായിരുന്നില്ല എന്ന കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ അധികാരങ്ങളെല്ലാം ദൈവത്തിന് കീഴ്പ്പെട്ടതാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ലോകത്തിൻ്റെയും സ്വർഗരാജ്യത്തിൻ്റെയും അധികാരിയായ കർത്താവിൻ്റെ മുൻപിൽ കേവലം ഈ ലോകത്തിൻ്റെ ഒരു പ്രാദേശിക ഭരണകർത്താവിന് തുലോം തുച്ഛമായ അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും, എന്നാൽ അന്തിമ വിധിയാളൻ താനാണ് എന്നും കർത്താവ് ഓർമ്മപ്പെടുത്തുന്ന വചനങ്ങളാണിത്. പീലാത്തോസ് ഈശോയുടെ മേൽ പ്രയോഗിക്കുന്ന അധികാരം തൻ്റെ പിതാവിൽ നിന്നാണ് എന്ന് ഈശോ അയാളെ ഓർമ്മിപ്പിക്കുന്ന രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിലൂടെ റോമാലേഖനത്തിൻ്റെ 13-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ പ്രസ്താവിക്കുന്ന എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്നാണ് നൽകപ്പെടുന്നത് എന്നുള്ള വചനഭാഗത്തെ സാധൂകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ ആ വചനം ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. റോമാലേഖനം 13-ാം അധ്യായം 1-ാം തിരുവചനം, അധികാരമെല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നത് എന്ന പൊതുതത്വം ഈശോ പീലാത്തോസിനെ അനുസ്മരിപ്പിക്കുകയല്ല, മറിച്ച് പീലാത്തോസിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന വിചാരണയുടെയും വിധിയുടെയും പിന്നിൽ പൂർത്തിയാകുന്നത് തൻ്റെ പിതാവിൻ്റെ രക്ഷാപദ്ധതിയാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ കർത്താവ് ചെയ്യുന്നത് എന്നതാണ് ദൈവശാസ്ത്രപരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ, പീലാത്തോസെ, നിനക്ക് അധികാരം നൽകിയത് ദൈവമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയല്ല, മറിച്ച് ഇത് പിതാവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിന്റെ കൈകളിൽ അന്തിമ വിധിയാളനായ എന്നെ ദൈവപിതാവ്, എൻ്റെ അപ്പൻ, ഏൽപ്പിച്ചു തന്നിരിക്കുന്നത് എന്ന് പീലാത്തോസിനെയും അതുവഴിയായി ഈ ലോകത്തെ മുഴുവനെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് കർത്താവ് ഈ വാക്യങ്ങൾ പറയുന്നത്. പിതാവായ ദൈവം മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനായും രക്ഷയ്ക്കായും തൻ്റെ പുത്രനെ ബലിയർപ്പിക്കാൻ തിരുമനസ്സായതുകൊണ്ടാണ് ഇപ്പോൾ പീലാത്തോസിന് ഈശോയുടെ മേൽ ഈ അധികാരം കൈവന്നിരിക്കുന്നത് എന്ന് കർത്താവ് ഇവിടെ പ്രസ്താവിക്കുകയാണ്. ഇത് കേവലം നിന്റെ അധികാരമല്ല, മറിച്ച് എന്നെ അയച്ച എൻ്റെ പിതാവ് നൽകുന്ന അധികാരമാണ് എന്നും എല്ലാ അധികാരങ്ങളും ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു സ്ഥാപനങ്ങളുടെ അധികാരികളായിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും നേതൃസ്ഥാനങ്ങളിലിരിക്കുമ്പോൾ, ഒരു മന്ത്രിയായോ പ്രധാനമന്ത്രിയായോ മുഖ്യമന്ത്രിയായോ
അതുമല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ തലവന്മാരായോ ഏതെങ്കിലുമൊക്കെ ഓഫീസറുകളുടെ അധികാരികളായോ ഒക്കെ ഇരിക്കുമ്പോൾ നമുക്കൊക്കെ തോന്നാൻ സാധ്യതയുള്ള ഒരു അഹംഭാവം ഉണ്ടല്ലോ. ഇവിടെയുള്ള എല്ലാ അധികാരവും എനിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു താൻപോരിമ, അധികാരത്തിൻ്റെ മത്ത്, ഗർവ് തലയ്ക്ക് പിടിച്ചു കഴിയുമ്പോൾ ഇതിന് മുകളിൽ ആരുമില്ല എന്നുള്ള തോന്നലോടുകൂടെ സർവാധികാരിയായി നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയുള്ളൊരു വെമ്പലുണ്ടല്ലോ. അതിൻ്റെ കടക്കലാണ് കത്തിവെച്ചുകൊണ്ട് കർത്താവ് പറയുന്നത്, നിനക്ക് ഈ അധികാരം നൽകപ്പെട്ടത് എൻ്റെ പിതാവിൽ നിന്നാണ്. നിനക്ക് സ്വയമേവ ഒരധികാരവും ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഇത് ദൈവദത്തമായ അവകാശമായി നൽകപ്പെടുന്നതല്ല, മറിച്ച് കുറച്ചു കാലത്തേക്ക് ഈ കാര്യങ്ങളെ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയും ഏൽപ്പിച്ചവനോട് വിശ്വസ്തനായിരുന്നു കൊണ്ട് വേണം ഞാനും നിങ്ങളും ലഭ്യമായിരിക്കുന്ന ഈ ലിമിറ്റഡ് അധികാരങ്ങൾ ഉപയോഗിക്കാൻ. ആർക്കും അൺലിമിറ്റഡ് ആയിട്ടുള്ള അധികാരങ്ങൾ നൽകപ്പെടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? എല്ലാവരും അധികാരത്തിന് കീഴ്പ്പെട്ടവരാണ്. ആരെങ്കിലുമൊക്കെ നമ്മുടെ മുകളിൽ നമ്മളെക്കാൾ അധികാരമുള്ളവരായിട്ടുണ്ട് എന്ന് ഓർമ്മ വേണം നമുക്ക്. അപ്പോഴാണ് നമ്മൾ വിശ്വസ്തയോടുകൂടെ പിഴവുകളില്ലാതെ കാര്യങ്ങൾ സത്യസന്ധമായും നീതിയുക്തമായും ചെയ്യുകയുള്ളൂ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഈ വചനഭാഗമൊക്കെയും നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് പിതാവായ ദൈവം മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനായും രക്ഷയ്ക്കായും തൻ്റെ പുത്രനെ ബലിയർപ്പിക്കാൻ തിരുമനസ്സായതുകൊണ്ടാണ് പീലാത്തോസിന് ഈ അധികാരം യേശുവിൻ്റെ മേൽ കൈവന്നിരിക്കുന്നത് എന്നത് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് കർത്താവ് ഈ വാക്കുകൾ ഓർമ്മപ്പെടുത്തുന്നത്. മാത്രവുമല്ല, ദൈവപിതാവിൻ്റെ രക്ഷാകര പദ്ധതിയോട് പുത്രൻ എന്ന നിലയിൽ താൻ സഹകരിക്കുന്നത് കൊണ്ടുകൂടിയാണ് തൻ്റെ മേൽ അധികാരം പ്രയോഗിക്കാൻ പീലാത്തോസിന് കഴിയുന്നത് എന്ന ഒരു സൂചനയും കർത്താവ് ഇതിലൂടെ നൽകുന്നുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ടാണ് എന്ന് പറഞ്ഞാൽ, ദൈവപിതാവ് വിഭാവനം ചെയ്തിരിക്കുന്ന രക്ഷാകര പദ്ധതിയോട് പുത്രനായ ദൈവം യേശു കർത്താവ് സഹകരിക്കുന്നതിലൂടെയാണ് ഈ രക്ഷാകര പദ്ധതി തുടരുന്നതും പരിശുദ്ധാത്മാവിൽ പൂർത്തിയാക്കപ്പെടുന്നതും എന്നുള്ള യാഥാർത്ഥ്യം കർത്താവിന് നന്നായി അറിയാമായിരുന്നു. എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ ബോധ്യങ്ങളിലൊന്നായിരുന്നു താൻ ആരാണ് എന്നതും താൻ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടത് എന്നതും. എന്ന് പറഞ്ഞാൽ, താൻ ദൈവപുത്രനാണ് എന്നും തൻ്റെ പിതാവ് തന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നും താൻ പിതാവിൻ്റെ പ്രിയപുത്രനാണ് എന്നും രക്ഷാകര പദ്ധതിയുടെ തുടർച്ചയ്ക്കും പൂർത്തീകരണത്തിനും വേണ്ടിയിട്ടാണ് പിതാവ് എന്നെ അയച്ചത് എന്നുമുള്ള തിരിച്ചറിവ് കർത്താവിനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അറിവുണ്ടായാൽ പോരാ, തിരിച്ചറിവുണ്ടാകണമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ്. ഞാൻ ആരാണ് എന്നും എന്നെക്കുറിച്ച് എൻ്റെ സൃഷ്ടാവിൻ്റെ മനസ്സിലുള്ള പദ്ധതി എന്താണ് എന്നും മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അടിയുറച്ചതായി അർത്ഥവത്തായി മുൻപോട്ട് പോവുകയുള്ളൂ എന്ന് തിരിച്ചറിയാൻ നമ്മളെക്കൊണ്ട് സാധിക്കട്ടെ. അതുകൊണ്ട് തന്നെയും പിതാവും താനും നൽകിയിരിക്കുന്ന അധികാരമാണ് പീലാത്തോസ് ഇപ്പോൾ പ്രാവർത്തികമാക്കുന്നത് എന്ന് ഈശോ തൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കുകയാണ്. പിതാവ് നൽകിയ അധികാരം താൻ അനുവദിക്കുന്നത് കൊണ്ടാണ് പീലാത്തോസിന് ലഭിച്ചത് എന്നാണ് ഈശോ പറയുന്നത്. ആകയാൽ ആത്യന്തികമായി താൻ തന്നെയാണ് വിധിയാളനെന്ന് ഈശോ പീലാത്തോസിൻ്റെ മുമ്പിൽ പ്രസ്താവിക്കുന്ന വചനഭാഗമായിട്ട് വേണം 19-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 12 വരെയുള്ള വചനഭാഗങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ. എന്ന് പറഞ്ഞാൽ, ആത്യന്തികമായി താൻ തന്നെയാണ് വിധിയാളൻ. ഇതാണ് ഈശോ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം. തൻ്റെ ജീവൻ എടുക്കാനും കൊടുക്കാനും ഈശോയ്ക്ക് അധികാരമുള്ളതുകൊണ്ട് ഈശോയുടെ വിധിയാളനടുത്ത അധികാരമാണ് ഇവിടെ പീലാത്തോസ് പ്രയോഗിക്കുന്നത് എന്നതാണ് വ്യംഗ്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെയും ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അനുസരണത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന വചനം, അതിൻ്റെ ടൈറ്റിൽ നിങ്ങൾ നോക്കിക്കേ, അനുസരണത്തിൻ്റെ സ്വാതന്ത്ര്യമെന്നാണ്. പലപ്പോഴും ഈ ലോകം നമ്മളോട് പറയുന്നത്, മാധ്യമങ്ങൾ പലപ്പോഴും
അജണ്ടയോടുകൂടെ വിളിച്ചു പറയുന്നത് അനുസരണം അടിമത്തമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെയും പൗരോഹിത്യവും സന്യാസവുമൊക്കെ ഒത്തിരിയേറെ അടിമത്തത്തിൻ്റെ ജീവിതങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമം അജണ്ടയുടെ ഭാഗമായി പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പൊതുസമൂഹത്തിലേക്ക് ഇന്ന് പലതരത്തിൽ നൽകപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സന്യസ്തരായ വൈദികരും സഹോദരിമാരുമൊക്കെ അനുസരണ വ്രതം വാഗ്ദാനം ചെയ്തിട്ടാണ് സന്യാസത്തിലേക്ക് കടന്നു വരുന്നത്. പുരോഹിതന്മാർ തൻ്റെ രൂപതയെ നയിക്കുന്ന മേൽപ്പട്ടക്കാരനായ മെത്രാനോട് അനുസരണം വാഗ്ദാനം ചെയ്തിട്ടാണ് തിരുപ്പട്ടം സ്വീകരിക്കുന്നത്. സന്യാസികൾ വ്രതം വാഗ്ദാനം ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്രതങ്ങളിലൊന്നാണ് അനുസരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയും പലപ്പോഴും ഇതിനൊരു വ്യാഖ്യാനം ലഭിക്കുന്നത് അനുസരണം അടിമപ്പെടുത്തലാണ്, അടിമത്തമാണ്, നിഷേധിക്കപ്പെടുന്ന സ്വാതന്ത്ര്യമാണ് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ നൽകപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടെ നാം അല്പം കൂടെ സ്വതന്ത്രമായി ചിന്തിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അനുസരണം എന്നുള്ളത് അടിമത്തമല്ല, മറിച്ച് ഇതൊരു സ്വാതന്ത്ര്യമാണ് എന്ന് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഞാനൊരു സന്യാസ വൈദികനാണ്. എൻ്റെ സന്യാസ സഭയിൽ വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷനിൽ അനുസരണ വ്രതം വാഗ്ദാനം ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ സന്യാസ പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. എനിക്കിന്നുവരെയും ഈ സന്യാസ ജീവിതത്തിലെ അനുസരണം എന്നുള്ളത് ഒരു അടിമത്തമായി തോന്നിയിട്ടില്ല. കാരണം ആരും എന്നെ അടിമപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിക്ക് അധികാരികളുണ്ട്, പക്ഷെ അവരാരും എൻ്റെ മേൽ അധികാരം പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെയും എനിക്കെന്തെങ്കിലും അടിമത്തമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. കാരണം ഞാൻ സന്തോഷവാനാണ്, സംതൃപ്തിയോടുകൂടിയാണ് എൻ്റെ സന്യാസം ജീവിക്കുന്നത്. ഇതിലെനിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതും അനുസരണം വാഗ്ദാനം ചെയ്യുന്നതിലൂടെ ഞാൻ നേടിയെടുക്കുന്ന ദൈവകൃപയാണ് എന്നത് ഞാൻ തിരിച്ചറിയുകയാണ്. എന്ന് പറയുമ്പോൾ ഇവിടെ വ്യക്തമാക്കുന്ന മറ്റൊരു വസ്തുത, ഈശോയിൽ സ്വാതന്ത്ര്യവും അനുസരണവും ഒന്നു ചേർന്നിരുന്നു എന്നതിലൂടെയാണ്. എന്നെ വിളിച്ചത് കർത്താവാണല്ലോ. അതുകൊണ്ട് തന്നെ ആ കർത്താവും തൻ്റെ സ്വാതന്ത്ര്യവും അനുസരണവും ഒന്നിച്ചു ചേർത്തുകൊണ്ടാണ് ജീവിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈശോ തികച്ചും സ്വതന്ത്രനായിട്ടാണ് തൻ്റെ പീഡാനുഭവത്തിലേക്ക് പ്രവേശിച്ചത് എന്നും അത് പൂർത്തിയാക്കുന്നത് എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇത് പിടിച്ചെടുത്തത് കൊണ്ട് കൊടുക്കുന്നതല്ല, എന്നോട് ആരെങ്കിലും ആവശ്യപ്പെട്ടത് കൊണ്ടോ അല്ലെങ്കിൽ എന്നോട് ആരെങ്കിലുമൊക്കെ നീ അത് ചെയ്തേ പറ്റൂ എന്ന് പറയുന്നത് കൊണ്ടോ അല്ല, മറിച്ച് ഞാൻ സ്വതന്ത്രമായ മനസ്സോടുകൂടെ വിത്ത് ഫ്രീ വിൽ ആൻഡ് കോൺഷ്യൻസ് എന്ന് പറയാം, അപ്രകാരമാണ് ഞാൻ ഈ അനുസരണം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും യേശു കർത്താവ് അറസ്റ്റ് വരിക്കുന്ന രംഗം കർത്താവ് സ്വതന്ത്രമായി തൻ്റെ ജീവിതം അവർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നത് വ്യക്തമാക്കുന്നുണ്ട്. ശിഷ്യരെ വിട്ടയക്കുവാനും തന്നെ അറസ്റ്റ് ചെയ്യുവാനും ഈശോ അനുവദിച്ചപ്പോൾ മാത്രമേ പടയാളികൾക്ക് അവിടുത്തെ പിടിച്ചു ബന്ധിക്കാൻ സാധിച്ചുള്ളൂ എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 12 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ പഠിച്ച കാര്യമാണ് എന്നത് ഇവിടെ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. കാരണം ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ അടുക്കലേക്ക് യൂദാസിൻ്റെ നേതൃത്വത്തിൽ കർത്താവിനെ ഒറ്റിക്കൊടുത്തിട്ട് പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വലിയ ഒരു ഗണം പടയാളികൾ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കെന്നെ പിടിക്കാമെന്ന് കർത്താവ് അനുവാദം കൊടുക്കുന്നത് വരെയും അവർക്ക് ഈശോയെ തൊടാൻ പോലും സാധിച്ചില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? അവിടെ നമ്മൾ ബൈബിൾ വചനങ്ങൾ കാണുന്നുണ്ടല്ലോ. കർത്താവ് അനുവദിച്ചപ്പോൾ മാത്രമാണ് അവർക്ക് കർത്താവിനെ പിടിച്ചു കൊണ്ടുപോകാൻ സാധിച്ചത് എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ഫ്രീ വിൽ വിത്ത് ഫുൾ കോൺഷ്യൻസ് ഞാൻ അനുവദിക്കുന്നതാണ്. ഞാൻ സ്വാതന്ത്ര്യത്തോടുകൂടെ എന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയുന്നത്. ഇക്കാര്യത്തിൽ താൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെപ്പറ്റി നല്ല ഇടയനായി സ്വയം അവതരിപ്പിക്കുമ്പോൾ ഈശോ വ്യക്തമായി പറയുന്നുണ്ട്. ഈശോ പറയുന്ന വാക്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളാണ് ഇവിടെ ഈശോ ഉദ്ധരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ആ വചനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ അത് സ്ക്രീനിൽ എഴുതിയിട്ടിട്ടുണ്ട്. ആ വചനങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 17,
18 വാക്യങ്ങളാണ്. അത് ഇപ്രകാരമാണ്: തിരിച്ചെടുക്കുന്നതിനു വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമനസ്സാ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട് എന്ന് കർത്താവ് വ്യക്തമാക്കുന്നുണ്ട് 10-ാം അധ്യായത്തിൽ 17-18 വാക്യങ്ങളിലൂടെ കർത്താവ്. അതേസമയം തൻ്റെ ജീവൻ സമർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ടാണ് എന്നും ഈശോ വ്യക്തമാക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുമുണ്ട്. യോഹന്നാൻ 10-ാം അധ്യായത്തിൽ വചനം ഇപ്രകാരമാണ്: ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് ലഭിച്ചത്. പിതാവിൽ നിന്നുള്ള കൽപ്പന പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു കർത്താവിൻ്റെ ജീവിത ലക്ഷ്യം തന്നെ. ഈശോ എന്തിനാ ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ, പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അവൻ മനുഷ്യനായി അവതരിച്ചത് എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെയും കർത്താവിൻ്റെ ജീവിതത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അത് രക്ഷാകര ദൗത്യത്തിൻ്റെ തുടർച്ചയും പൂർത്തീകരണവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, പ്രിയപ്പെട്ടവരെ, സഹനം വഴിയായി മാത്രമല്ല, അനുസരണം കൊണ്ടാണ് കർത്താവ് ഈ ലോകത്തിൻ്റെ രക്ഷ സാധിച്ചെടുത്തത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, കുരിശുമരണം എന്ന വലിയ ത്യാഗത്തിലൂടെയും സഹനത്തിലൂടെയുമാണ് കർത്താവ് രക്ഷ സാധ്യതമാക്കിയത്. തീർച്ചയായും അതിൻ്റെ ഒട്ടും കുറവില്ലാത്ത വിധം കർത്താവിൻ്റെ ത്യാഗങ്ങളെയും സഹനങ്ങളെയും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ ത്യാഗത്തിലേക്കും സഹനത്തിലേക്കും കർത്താവ് പോയത് അവന് പിതാവിലുള്ള അനുസരണം, അടിയുറച്ച അനുസരണം കൊണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? അതുകൊണ്ട് തന്നെയും സഹനത്തിലൂടെ മാത്രമല്ല, അനുസരണത്തിലൂടെയുമാണ് കർത്താവ് രക്ഷ സാധ്യതമാക്കിയത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആയതിനാൽ ദൈവഹിതവുമായി താദാത്മ്യപ്പെട്ട ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്കിപ്രകാരം തന്നെ വിട്ടുകൊടുക്കാനും ജീവാർപ്പണം ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഈശോയുടെ ജീവിതം മനുഷ്യാവതാരം മുതൽ മരണം വരെ പിതൃപുത്ര ബന്ധത്തിൽ ദൈവഹിതത്തോട് താദാത്മ്യപ്പെട്ട് ദൈവൈക്യം പൂർത്തിയാക്കിയ ഒരു ജീവിതമായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നതും പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ഇഴയടുപ്പത്തെ കാണിക്കുന്നതാണ്. ഒത്തിരിയേറെ തവണ ഞാൻ പിതാവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് പുത്രനായ കർത്താവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഇപ്രകാരം നമുക്കും ദൈവവുമായുള്ള ബന്ധം എപ്രകാരമായിരിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കുമ്പോഴാണ്, പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മുടെ ജീവിതങ്ങളിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയും കർത്താവിൻ്റെ ഈ സഹനത്തെ നിശബ്ദതയിലുള്ള സഹനമെന്ന് പറയാൻ പറ്റും നമുക്ക്. സ്ക്രീനിൽ നോക്കിക്കേ, മറ്റൊരു തലവാചകം ഈ വചനങ്ങൾക്കായി ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. അത് നിശബ്ദതയിലുള്ള സഹനമെന്നാണ്. എന്തുകൊണ്ടാണ് നിശബ്ദതയിലുള്ള സഹനം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, പീഡാനുഭവ വേളയിൽ ഈശോ പലപ്പോഴും നിശബ്ദനാകുന്നതായി സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിന്ന് വായിച്ചു കേട്ട 19-ാം അധ്യായത്തിൻ്റെ 9-ാം തിരുവചനത്തിലും കർത്താവ് നിശബ്ദനായിരുന്നപ്പോഴാണ് പീലാത്തോസ് കർത്താവിനോട് ചോദിക്കുന്നത്, എന്താ നിനക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലേ എന്ന്. കർത്താവ് നിശബ്ദനാണ്. ഇവിടെ പീലാത്തോസിൻ്റെ മുൻപിൽ നിശബ്ദനാകുന്ന ഈശോ പ്രധാന പുരോഹിതൻ്റെ മുൻപിലും നിശബ്ദനായി നിൽക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 62-63 വാക്യങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ആ വചനങ്ങൾ വീണ്ടും ഞാൻ ആവർത്തിച്ച് എഴുതിയിട്ടിട്ടുണ്ട്. യോഹന്നാൻ 18-ാം അധ്യായം 62-63 വാക്യങ്ങൾ. പ്രധാന പുരോഹിതൻ എഴുന്നേറ്റ് നിന്ന് അവനോട് ചോദിച്ചു, നിനക്ക് മറുപടിയില്ലേ? ഇവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നത് എന്ത്? ഈശോയാകട്ടെ നിശബ്ദനായിരുന്നു എന്ന് യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവിൻ്റെ കൂടെ നടന്ന് പീഡാസഹന വേളകളിൽ പിലാത്തോസിൻ്റെ അരമനയിൽ കയറാൻ പോലുമുള്ള സ്വാതന്ത്ര്യവും ബന്ധങ്ങളും ഉണ്ടായിരുന്ന ക്രിസ്തു ശിഷ്യനായ യോഹന്നാൻ തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പണ്ഡിതമതം. അതുകൊണ്ട് തന്നെയും താൻ കണ്ണുകൾ കൊണ്ട് കണ്ട കാര്യങ്ങളാ യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുന്നത് എന്നത്
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. താൻ കണ്ടതെന്താണ്? പീലാത്തോസിൻ്റെ അരമനയ്ക്കകത്തും പുറത്തുമായി കർത്താവിനെ വിധിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നത് കൃത്യമായും തൻ്റെ കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങളായി യോഹന്നാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയുമാണ് നിശബ്ദനായി നിൽക്കുന്ന കർത്താവിനെക്കുറിച്ച് പറയുക. ഇവിടെയും സഹനദാസൻ്റെ ചിത്രം ഈശോയിൽ അന്വർത്ഥമാകുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന സഹനദാസനെക്കുറിച്ചുള്ള പ്രവചനാത്മകമായ വചനഭാഗങ്ങൾ ഈശോയിൽ ഇവിടെ പൂർത്തിയാകുന്നതായി സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു സഹനദാസനാണ് എന്നും സ്വയം ക്രൂശീകരണത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ അവൻ മനസ്സായി എന്നും അത് പിതാവിനോടുള്ള അനുസരണത്തിന് കീഴ്വഴങ്ങിക്കൊണ്ടാണ് അവൻ ചെയ്തത് എന്നതും ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ കൺമുമ്പിൽ നിൽക്കുകയാണ്. സഹനദാസനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ്റെ ഗ്രന്ഥം 53-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനഭാഗങ്ങൾ നമുക്കൊക്കെ ഏറെ സുപരിചിതമാണല്ലോ. ആ വചനങ്ങൾ ഇങ്ങനെയാണ്: അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു എന്നാണ് യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ തന്നെ സഹനദാസനായി അവതരിപ്പിച്ചുകൊണ്ട് നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിശബ്ദനായി ദൈവപിതാവിനോടുള്ള അനുസരണത്തെ പ്രതി സ്വാതന്ത്ര്യത്തോടുകൂടെ സഹനങ്ങളും ത്യാഗങ്ങളും മരണം വരെ, അതേ കുരിശു മരണം വരെ ഏറ്റെടുത്തവനാണ് ഈശോ. നമുക്കും സഹനങ്ങളെയും ത്യാഗങ്ങളെയും രക്ഷാകരമാക്കാൻ കർത്താവിൻ്റെ മുൻപിൽ നിശബ്ദതയോടുകൂടെ അവ സ്വീകരിക്കാൻ സാധിക്കട്ടെ. ആമേൻ.